ഹലോ ഡിയർ ജീനിയസ് കമ്മ്യൂണിറ്റി. നമ്മൾ കാത്തിരുന്ന ജെഇ മെയിൻ 2024 ജനുവരി ഫേസിന്റെ റിസൾട്ട് വന്നു. നമുക്കറിയാം ജെഇ മെയിൻ എല്ലാ വർഷവും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അത് ജനുവരിയിലും ഏപ്രിലുമാണ് 2 ഫേസുകൾ നടക്കുക. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ ജെഇ എക്സാം അവർ പല ഡിഫറെൻറ്റ് ടൈം ഷിഫ്റ്റുകളായിട്ടാണ് നടത്തുന്നത്. അപ്പം ഈ വർഷം അത് 10 ഡിഫറെൻറ്റ് ടൈം ഷിഫ്റ്റുകളായിട്ടാണ് നടത്തിയിരുന്നത്. കഴിഞ്ഞ കൊല്ലം ജനുവരി സീസണിൽ ഇതേപോലെ 12 ഷിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം വന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റം എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം 12 ഷിഫ്റ്റുകൾ എന്നുള്ളത് 10 ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അതേസമയം കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ കൊല്ലം ജനുവരിയിൽ ഒരു 8 ലക്ഷത്തി സംതിങ് ആളുകളാണ് എഴുതിയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 12 ലക്ഷം സംതിങ് ആളുകൾ രജിസ്റ്റർ ചെയ്യും, 11.7 ലക്ഷം ആളുകൾ പരീക്ഷ എഴുതുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇപ്പം നമ്മൾ പുറത്തു വന്നിട്ടുള്ളത് നിങ്ങൾക്ക് NTA സ്കോർ എന്ന് പറയുന്നത് ഒരു പെർസെൻറ്റൈലാണ്. ഈ പെർസെൻറ്റൈൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പല ഡിഫറെൻറ്റ് എക്സാമുകൾ പല ഡിഫറെൻറ്റ് ടൈം ഷിഫ്റ്റുകളായിട്ടാണല്ലോ നടക്കുന്നത്. അപ്പോൾ ഇത് നോർമലൈസ് ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവർ പെർസെൻറ്റൈൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷകൾ തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്തിട്ടുണ്ടാവും, ഡിഫിക്കൽട്ടിയിൽ വലിയ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ള എക്സാം നടന്നത് 27th ജനുവരിയിലെ ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു. ഏറ്റവും ടഫ് എക്സാം നടന്നതാണെങ്കിൽ ജനുവരി 31 ഈവനിങ് ഷിഫ്റ്റും ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു റിലേറ്റീവ് പെർഫോമൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പെർസെൻറ്റേജ് മാത്രമാണ്. ശ്രദ്ധിക്കണം, റാങ്ക് എല്ലാം ഇവർ പിന്നീടാണ് വരിക. ഏപ്രിൽ എക്സാം ഒക്കെ കഴിഞ്ഞ് 2% കമ്പയർ ചെയ്തിട്ട് അത് ബെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് റാങ്കിങ്ങിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുക. സാറേ, നമ്മൾ ഈ ജെഇ മെയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു എക്സാം. അതായത് കുറേ ഷിഫ്റ്റുകളായിട്ട് നടക്കുന്നു. പിന്നെ പരീക്ഷയുടെ മാർക്കൊന്നും പുറത്തു വിടുന്നില്ല, പകരം അവരൊരു പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞ നമ്പറൊക്കെ പുറത്തു വിടുന്നു, നോർമലൈസ് ചെയ്യുന്നു. അപ്പോൾ പല കുട്ടികൾക്കും പാരൻസിനും ഈ നമ്പർ കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാവാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ഈ നമ്പർ കണ്ടിട്ട് ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു നമ്പർ ഒരു 0നും 100നും ഇടയിലുള്ള ഒരു നമ്പർ വിത്ത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് കുറേ ഡിജിറ്റൊക്കെ ഉള്ള ഒരു നമ്പറാവും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ നമ്പർ കണ്ടാൽ ഇവർ ഇത് എങ്ങനെ ഇത് ഡെസിഫർ ചെയ്യുക, ഇതിന് എന്താ ഐഡിയ ആണ് അവർക്ക് കിട്ടുക, എന്താ ചെയ്യേണ്ടത് ഇത് കണ്ടിട്ട്? സാധാരണ ഇതിൽ സാറേ നമ്മള് കുട്ടികളുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു IIT-യിലേക്ക് എത്തുക. അതെ. രണ്ടാമത്തത് ഏതെങ്കിലും ഒരു NIT-യിൽ ഒരു സീറ്റ് കൺഫേം ചെയ്യുക. അതെ. മൂന്നാമത്തെ ഒരു എയിം ചിലർക്ക് അത് ഏതെങ്കിലും NIT പോരാ, ബെസ്റ്റ് NIT-യിൽ ഒരു ബെസ്റ്റ് സീറ്റ് കിട്ടുക. ഈ 3 കാര്യത്തിന് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഒരു തമ്പ് റൂൾ ഉണ്ടല്ലോ, നമ്മളെ 90, 97, 99% കാര്യം. ഇപ്പൊ ഒരു IIT സെലക്ഷന് വേണമെങ്കിൽ JEE അഡ്വാൻസ്ഡിലേക്ക് നമ്മൾ എക്സാം എഴുതണമെങ്കിൽ സാധാരണ നമ്മൾ പറയാറുള്ളത് ഒരു 90% ഓൺ അപ്രോക്സിമേറ്റ്ലി നമ്മൾ പറയാറുള്ളത്. 90% കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതാനുള്ള ഒരു എലിജിബിലിറ്റി ആവുന്നു. പക്ഷെ ഈ വർഷം ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഷിഫ്റ്റിൽ തന്നെ 12 ലക്ഷത്തോളം ആളുകൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 90%ന് IIT JEE അഡ്വാൻസ് എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അല്ലേ? കാരണം 2023 സാറ് പറഞ്ഞ 8 ലക്ഷോളം കുട്ടികൾ ഫസ്റ്റ് ഷിഫ്റ്റിൽ എഴുതിയ സമയത്ത് നമുക്ക് ഏകദേശം 90.7 റേഞ്ചാണ് JEE അഡ്വാൻസിന് വന്നിട്ടുള്ളത്. അപ്പൊ ഈ വർഷം അത് തീർച്ചയായിട്ടും ഒരു 91 അല്ലെ 92%ലേക്കൊക്കെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് NIT-യിൽ ഗ്യാരണ്ടി സീറ്റ് കിട്ടാൻ നമ്മൾ സാധാരണ 97 ആണല്ലോ തമ്പുറലായിട്ട് പറയാം. അപ്പൊ അതിലും തീർച്ചയായിട്ടും സാറേ അതിലും നമ്മൾ ഇതേ ഒരു ചേഞ്ച് നമ്മൾ അവിടെയും പ്രതീക്ഷിക്കണം. കാരണം ഒരു ഏതെങ്കിലും ഒരു NIT-യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ 97 ഓക്കെ ആയിരുന്നു. കഴിഞ്ഞ വർഷം ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ ഈ വർഷം നമുക്കൊരു 98 ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബെസ്റ്റ് NIT ബെസ്റ്റ് സീറ്റ് കിട്ടുക. അത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പറയാറുള്ളത് 99%ലാണ്. അതും ലേശം ഈ ഒരു കുട്ടികളുടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ട് കുറച്ചും കൂടെ മുന്നോട്ട് കിടക്കാൻ 99.something വേണ്ടി വരും എന്നുള്ളത് നമുക്ക് ഏകദേശം കൺഫേം ആയിട്ട് തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇത് നമ്മൾ സാധാരണ ജനറൽ കാറ്റഗറിക്ക് പറയുന്നതാണല്ലോ, അപ്പൊ റിസർവ്ഡ് ആകുമ്പോൾ ഇത്തിരി കൂടെ താഴും, സ്വാഭാവികമായിട്ടും ഒരു ഇത്തിരി കൂടെ താഴും. ഇനി സാറേ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഒരു അറിയാൻ ആഗ്രഹം ഉണ്ടായാല്, കാരണം ഇതില് മാർക്ക് വേഴ്സസ് പെർസെൻറ്റൈൽ, കാരണം ഇത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഇത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്ര പെർസെൻറ്റൈൽ ഉണ്ടാകും. അതിന്റെ ഒരു വേരിയേഷന് ഈ വർഷം ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസ്പാരിറ്റി ആ വിഷയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് നമുക്ക് കുട്ടികൾക്ക് ഒരു ധാരണ കൊടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കൊല്ലം സാറേ 99% ഉണ്ടല്ലോ നമ്മൾ പറയുന്ന ആ ടോപ്പ് അതിന് വേരിയേഷൻ ആക്ച്വലി അതിന് മാർക്ക് 12 ഷിഫ്റ്റിൽ 155നും 192നും ഇടയിലായിരുന്നു. 155നും 192നും ഇടയിലായിരുന്നു ഔട്ട് ഓഫ് 300 ഈ ജനുവരിയിൽ നടന്ന 2023 പരീക്ഷയിൽ. റെഡി. അപ്പൊ ചെറിയ അക്രോസ് ഷിഫ്റ്റ് ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരുന്നുള്ളൂ.
പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ ഹ്യൂജ് വേരിയേഷൻ ആണ് വന്നത്. ഈ പറഞ്ഞ ഈ 155 to 192 എന്ന് പറയുമ്പോൾ നമ്മൾ പല ഷിഫ്റ്റുകൾ എടുക്കുമ്പോൾ ആവറേജ് ഒരു 172 ഒക്കെ കിട്ടിയാൽ കിട്ടും എന്ന് നമുക്ക് പറയാം 99. അതിന്റെ പുറത്താണ് നമ്മൾ കുട്ടികളെടുത്ത് 180 to 200 ആണ് നമ്മൾ തമ്പറൂളായിട്ട്. ഏതെങ്കിലും ഒരു ഷിഫ്റ്റിലെ മാർക്കിനെ പറ്റി അല്ല സംസാരിക്കുന്നത്, അക്രോസ് ഓൾ ഷിഫ്റ്റിൽ ആവറേജ് ചെയ്തിട്ടുള്ള 172 ഒക്കെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ കുട്ടികൾക്ക് ധൈര്യമായിട്ട് 180 to 200 കിട്ടിയാൽ കിട്ടുമെന്ന് പറയാം. 99% കിട്ടും. പക്ഷെ ഈ വർഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു വേരിയേഷൻ. അത് 151-നും 151-നും 236-നും ഇടയിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഷിഫ്റ്റിൽ 151-ഉം ഏറ്റവും ഈസി ആയുള്ള ഷിഫ്റ്റിൽ ജാനുവരി 31 52 അതില് 151 കിട്ടിക്കഴിഞ്ഞാൽ 99% അതേപോലെ മറ്റേ എളുപ്പമുള്ള ഷിഫ്റ്റില് 27th മോർണിംഗ് ഷിഫ്റ്റില് 236 വരെ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ 193 ആണ് വരുന്നത്. അതായത് കഴിഞ്ഞ വർഷം 172 ആവറേജ് ഉള്ള സ്ഥലത്ത് ഈ വർഷം നമുക്കുള്ളത് 193 എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു വേരിയേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോഴും നോക്കിയപ്പോൾ 10 ഷിഫ്റ്റുകളിൽ 4 ഷിഫ്റ്റുകളിലാണ് 200-ന് മേലെ ഈ നമ്പർ വന്നിരിക്കുന്നത്. 6 ഷിഫ്റ്റുകളിൽ 200-ന് താഴെ തന്നെയാണ്. രണ്ടോ മൂന്നോ നാലോ ഷിഫ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട് 200-ന് മേലെ കടന്നു പോയിട്ടുണ്ട്. അതിലൊരെണ്ണം 236 പോയിട്ടുണ്ട്. ഒന്ന് വല്ലാതെ അതുകൊണ്ടാണ് ആ ആവറേജ് ചെയ്തപ്പോ അവിടെ എത്തിപ്പെട്ടത്. അതെ, അതേപോലെ ഒരെണ്ണത്തിൽ 151 വരെ എത്തിയിട്ടുണ്ട്. ഭയങ്കര ടഫായിട്ട്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത, അതായത് 150 കിട്ടിയ ഒരാൾക്ക് 99 കിട്ടിയിട്ടുണ്ട്, എന്നാൽ 230 കിട്ടിയ ഒരാൾക്ക് 99 കിട്ടിയിട്ടുമില്ല എന്നുള്ള ഒരു ഡിസ്പാരിറ്റി പല ആളുകൾക്കും ഫീൽ ചെയ്ത്. അത് കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇക്ബാൽ സാർ ഇപ്പൊ പറഞ്ഞ പോയിന്റ്, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അതെ. ഇനി അതേപോലെ 97-ന്റെ കേസ്, 97 കഴിഞ്ഞ കൊല്ലം 123-നും 151-നും ഇടയിലായിരുന്നു ഈ 12 ഷിഫ്റ്റുകളുടെ സ്കോറുകൾ. അതായത് ആവറേജ് ഒരു 133 ഒക്കെ കിട്ടിയാല് 133. അപ്പൊ നമ്മള് കുട്ടികളെടുത്ത് പറയാം ഒരു 140-150 റേഞ്ചിലേക്ക് എത്തിയാൽ കംഫർട്ടബിൾ ആയിട്ട് ആവും എന്ന് പറയാം. അപ്പൊ ഈ വർഷം അത് 118-നും 196-നും ഇടയിലാണ്. 118-നും 196-നും ഇടയിൽ ആവറേജ് എടുക്കുമ്പോൾ ഒരു 152 ആണ് വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ആവറേജ് 150 തന്നെയാണ്. പക്ഷെ ചില കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും 196 വരെ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതേസമയം ടഫ് പേപ്പർ കിട്ടിയ കുട്ടികൾക്ക് 118 കിട്ടിയവർക്കും ഈ പറഞ്ഞ 97. അതെ. അതേപോലെ തന്നെ 90% സ്കോർ സാധാരണഗതിയിൽ 71 to 106 ആയിരുന്നു കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നത്. ആവറേജ് എടുത്തു നോക്കിയാൽ 82 to 100 ആണ്. 82 ഔട്ട് ഓഫ് 300 ആണ്. അപ്പൊ നമ്മൾ സാധാരണ ഒരു 100-ലേക്ക് എത്തണം എന്നാണ് കുട്ടികളെടുത്ത് പറയാറുള്ളത്. ഇപ്രാവശ്യം അത് 72-നും 139-നും ഇടയിലാണ്. അപ്പൊ ഹ്യൂജ് വേരിയേഷൻ അവിടെയുണ്ട്. ആവറേജ് വരുമ്പോ ഒരു 100 മാർക്കാണ്. അപ്പൊ നമ്മൾ പറയുന്ന ആവറേജ് സ്കോർ അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ഒരു വേരിയേഷൻ ഭീകരമായിട്ട് ഇപ്രാവശ്യം വന്നു എന്നുള്ളതാണ് അതില് റിയാലിറ്റി. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് അത് കൺവിൻസ് ആവാൻ കുറച്ച് അതാണ് കുട്ടികൾക്ക് അത് ഡൈജസ്റ്റ്. അത് അവരുടെ ഭാഗത്തും ഒരു പ്രശ്നമുണ്ട് ശരിക്കും. അതായത് യൂണിഫോം ആയിട്ട് അവർ കുട്ടികളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഡിഫിക്കൽട്ടി മോറോർലെസ് സെയിം ആക്കിയിട്ട് നിർത്തേണ്ടതായിരുന്നു. പക്ഷെ ഒരു ഷിഫ്റ്റിൽ തന്നെ ഭയങ്കര അനോമലി അവർ കൊണ്ടുവന്നു. ഒരുപാട് കുട്ടികൾക്ക് ആ ഷിഫ്റ്റ് അലോട്ട് ചെയ്യുകയും അതിൽ തന്നെ ഈസി പേപ്പർ കൊണ്ടുവരികയും ചെയ്തപ്പോൾ, അതായത് എല്ലാ ഷിഫ്റ്റിലും ഇത്തവണ ഈക്വൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ല എഴുതിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ പേഴ്സന്റേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയതും ശരിക്കും പറഞ്ഞാൽ 27th ഫസ്റ്റ് ഷിഫ്റ്റ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ എക്സാം ഈസി ആയ ഷിഫ്റ്റിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എക്സാം എഴുതി. അപ്പൊ അതുകൊണ്ട് കോമ്പറ്റീഷൻ അതിഭീകരമായി കൂടുകയും അതാണ് ഉണ്ടായത് കുട്ടികൾക്ക്. ഇനി നമ്മള് ഡിഫിക്കൽറ്റി ലെവലിലേക്ക് വരികയാണെങ്കിലേ ഇതൊന്നും കഴിഞ്ഞ കൊല്ലം ഏറ്റവും എളുപ്പമുള്ളത് ഫിസിക്സ് ആയിരുന്നു, പിന്നെ കെമിസ്ട്രി, പിന്നെ മാത്സ് ആയിരുന്നു. ഈ വർഷം സാർ എന്താണ് ആ ഡിഫിക്കൽട്ടി ലെവലിനെ കുറിച്ചിട്ടുള്ള ഒരു ഒപ്പീനിയൻ? സാർ പറഞ്ഞ ഓർഡറിൽ പ്രാവശ്യവും മാറ്റൊന്നുമില്ല. ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളത് ഈ വർഷവും ഫിസിക്സ് ആണ്, പിന്നെ കെമിസ്ട്രി, പിന്നെ ആസ് യൂഷ്വൽ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ളത്. അതില് പിന്നെ ഒരു കാൽക്കുലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മളൊരു ഡീസന്റ് സ്കോർ എന്നൊക്കെ നമ്മൾ പറയുന്നത് ജെയിൽ ഒരു 98% ഇൻഡിവിജ്വൽ സബ്ജക്ട്. അതെ. ടോട്ടൽ പെർസെന്റേജ് അല്ല, ഇൻഡിവിജ്വൽ സബ്ജക്ട് വൈസ് ആയിട്ട് നോക്കുമ്പോൾ 98% കിട്ടുമ്പോഴാണ് നമുക്ക് ആ സബ്ജക്റ്റിൽ ഒരു ഡീസന്റ് സ്കോർ സാധാരണ. അത് 2023 അതായത് കഴിഞ്ഞ വർഷം നോക്കുന്ന സമയത്ത് ഫിസിക്സിൽ 100-ൽ 71 കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 98% ആവും. അത് ഇത്തവണ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. 73 ആണ് നമുക്ക് ഈ ഫസ്റ്റ് ഫേസിൽ നോക്കുന്നത്. അപ്പൊ 73 ഔട്ട് ഓഫ് 100 കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡീസന്റ് സ്കോർ നമുക്ക് കിട്ടിയെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി അത് കെമിസ്ട്രിയിലേക്ക് വരുമ്പോഴാണ് ഒരു ഭീകരമായ മാറ്റം നമ്മൾ കാണുന്നത്. കഴിഞ്ഞ വർഷം ഫിസിക്സിനേക്കാൾ
ഒരുപാട് ടഫായിരുന്നു കെമിസ്ട്രി ജെയിലിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ നമുക്ക് 54 മാർക്കായിരുന്നു നമുക്ക് 98% വേണ്ടിയിരുന്നത്. കെമിസ്ട്രിയിൽ മാത്രമുള്ള സ്കോറാണ് പറഞ്ഞത്. 98% കെമിസ്ട്രി കിട്ടണമെങ്കിൽ ആ കുട്ടിക്ക് 100ൽ 54 മാർക്സ് കിട്ടേണ്ടതായിട്ടുണ്ട്. ഇപ്രാവശ്യം കെമിസ്ട്രിയിൽ ഡ്രാസ്റ്റിക് ആയിട്ട് സിലബസ് കട്ടും കാര്യങ്ങളൊക്കെ അതോടുകൂടി കെമിസ്ട്രി കുട്ടികൾക്ക് ഒരുപാട് ഈസി ആയി. ഇപ്പൊ ഏകദേശം കെമിസ്ട്രിയും ഫിസിക്സ് ഏറെക്കുറെ ഈക്വൽ ആണ് എന്ന് പറയേണ്ട അവസ്ഥയ്ക്ക് വന്നു. 68 മാർക്കാണ് ഇത്തവണ ആ ഒരു കെമിസ്ട്രിയിലെ ഒരു ഡീസന്റ് സ്കോർ എന്ന് നമുക്ക് പറയുന്നത്. കഴിഞ്ഞ വർഷം അത് 54 ആയിരുന്നു. മാത്തമാറ്റിക്സിലേക്ക് വരുമ്പോഴും കാര്യമായ മാറ്റമൊന്നുമില്ല. മാത്തമാറ്റിക്സിൽ ഏർലിയർ ഇറ്റ് വാസ് 38 ആണ്, ഈ വർഷം അത് 41 ആണ്. വലിയൊരു ചേഞ്ച് ഒന്നും ഇല്ലാതെ. അപ്പൊ ഡിഫിക്കൽട്ടിന്റെ ഒരു ഈസിനെസ് ഡിഫിക്കൽട്ടി പറയുന്ന സമയത്ത് സെയിം തന്നെയാണ്, ഏറെക്കുറെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും. ഒറ്റ വ്യത്യാസമുള്ളത് കെമിസ്ട്രിന്റെ ഈ ഒരു കാര്യം മാത്രമാണ്. അതില് ആ മാത്സില് എനിക്ക് തോന്നുന്നത് അവര് കുറെയൊക്കെ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിലും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ലെങ്തി ക്വസ്റ്റ്യൻസ് പുതുതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ചില ഷിഫ്റ്റുകളിൽ അവർക്ക് എളുപ്പമുള്ളതുകൊണ്ട് ചില ഷിഫ്റ്റുകളിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ ആവറേജ് സ്കോറുകളെ കുറിച്ചാണ് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത്. സാറേ അതുപോലെ തന്നെ ഇപ്പൊ ഒരു കാര്യം നമുക്ക് ഇതിൽ കൺഫേം ആകും, കുട്ടികൾ ശരിക്ക് PYQs കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഈസിലി ക്രാക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതിൽ തന്നെ എത്ര റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് കുട്ടികൾ തന്നെ പറയുന്നത്. സെയിം ക്വസ്റ്റ്യൻ വിത്ത് സെയിം ഓപ്ഷൻ ആണ് ഇവിടെയും വന്നിട്ടുള്ളത് എന്നുള്ളത് അവർ തന്നെ ഐഡന്റിഫൈ ചെയ്തുള്ള കാര്യമാണ്. ഏതായാലും സാറേ ഫേസ് 1 കഴിഞ്ഞു. ഇനി അവര് ഫേസ് 2 ഫേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താണ് ടുവേർഡ്സ് ഫേസ് 2 മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ ഇനി എന്താണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നമ്മൾ കഴിഞ്ഞ വർഷത്തെ പാറ്റേൺസ് ഒക്കെ നോക്കുമ്പോൾ സാറേ, ജനുവരിയിൽ നിന്ന് ഏപ്രിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഡിഫിക്കൽട്ടി ഭയങ്കരമായിട്ട് കൂടുന്നൊന്നുമില്ല, മോർ ഓർ ലെസ് സെയിം തന്നെയാണ്. പക്ഷെ സംഭവിക്കുന്നത് വെച്ചാൽ കോമ്പറ്റീഷൻ കൂടുന്നുണ്ട്, കുട്ടികൾക്ക് പഠിക്കാൻ സമയം കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് +2 കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞ ഒരു റിലാക്സ്ഡ് മോഡിലേക്ക് മാറിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ കുട്ടികൾക്ക് കൂടുതൽ സമയം കിട്ടുന്നു, കുട്ടികൾക്ക് കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടുന്നത് കൊണ്ട് കോമ്പറ്റീഷൻ സ്വാഭാവികമായിട്ട് കൂടുന്നു. അപ്പൊ നമ്മുടെ കുട്ടികളും ചിന്തിക്കണം എന്താ വെച്ചാൽ വേറുള്ളവർക്കും ഇതേ സമയം എക്സ്ട്രാ കിട്ടുന്നുണ്ടെന്നുള്ളത് അവർ റിയലൈസ് ചെയ്യണം. അവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ സമയം കിട്ടുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഒരു പ്രിപ്പറേഷൻ ചെയ്യണം. മേ ബി ഈ നമ്പറുകളൊക്കെ കുറച്ചും കൂടി ഒക്കെ കൂടും. ഇപ്പൊ ചില വർഷങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ സെയിം പെർസെന്റേജിൽ 40 മാർക്ക് വരെ കൂടിയ ഷിഫ്റ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത ഷിഫ്റ്റിലേക്ക് പോകുമ്പോൾ, അടുത്ത ഫേസിലേക്ക് പോകുമ്പോൾ നമുക്ക് ആക്ച്വലി പരീക്ഷേന്റെ ഡിഫിക്കൽട്ടിനെ കുറിച്ച് നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിൽ റിയാലിറ്റി. പക്ഷെ കോമ്പറ്റീഷൻ കൂടുന്നത് കൊണ്ട് നമ്മളും ആ ബാക്കിയുള്ള ആളുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അതിന്റെ പ്രിപ്പറേഷൻ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് സ്ലോ ഡൗൺ ചെയ്യാൻ പാടില്ല. കുട്ടികൾ ഇപ്പോൾ റിലാക്സ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇനി പരീക്ഷയ്ക്ക് സമയമുണ്ടാവും. പക്ഷെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എല്ലാവർക്കും ആ സമയം സാറേ അവർക്ക് ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. 2024 ഒരു ട്രെൻഡ് എന്താണ്, കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു. അന്നിലക്ക് അവര് ആ പേസ് ഒട്ടും കുറക്കാതെ തന്നെ അവർ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മൾ സാർ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ആയിട്ട് നമ്മളിപ്പോ തുടക്കം മുതലേ അവരെ കൂടെ നിന്നതാണ്. ഇനിയും നമ്മൾ അവർക്ക് ഒരുപാട് ഇപ്പൊ 50 ഡേ പ്രോഗ്രാം ആയിട്ടും ഒരുപാട് 1 ഷോട്ടും PYQ ബേസ് ചെയ്തിട്ടുള്ള, അപ്പൊ നമ്മളാണ് ശരിക്കും PYQനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് കുട്ടികൾ തന്നെ സാർ ഇഷ്ടം പോലെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. 99% 99 ഡേയ്സ് മിഷൻ 99% ഏറ്റവും കൂടുതൽ കുട്ടികൾക്കിടയിൽ പോപ്പുലർ ആയിട്ടുള്ള. അത് മാത്രമല്ല ഇതിൽ പാറ്റേൺസ് ഉണ്ട് എന്നുള്ളത് റിയലൈസ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു സംഗതി. പാറ്റേൺ ഉണ്ടെന്ന് റിയലൈസ് ചെയ്ത് അതുപോലെ ഒപ്റ്റിമൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്താൽ ജെഇ ഇപ്പോഴും ലോ സ്കോറിംഗ് ആയിട്ട് തുടരുന്ന ഒരു പരീക്ഷ. അപ്പൊ നീറ്റിലൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ വലിയ സ്കോറിലേക്കാണ് ഓരോ വർഷം കൂടി കൊട്ട പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല സാർ അതിലൊരു പോയിന്റ്, ഒരു ഷിഫ്റ്റിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യന്റെ പാറ്റേണിലെ ക്വസ്റ്റ്യൻ അടുത്ത ഷിഫ്റ്റുകളിൽ ഇപ്പൊ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതും ശരിയാണ്. അതായത് ഇപ്പൊ പഠിച്ച ക്വസ്റ്റ്യനുകൾ ഇനി വരില്ല എന്ന് കരുതി നോക്കാതിരിക്കരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സാറേ നമ്മൾ ഇപ്രാവശ്യത്തെ നടന്ന എല്ലാ പേപ്പർ സൊല്യൂഷനുകളും എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ അത് പേപ്പർ വൈസ് ആയിട്ടും വീക്ക് അത് യൂട്യൂബിൽ നമുക്ക് ജെഇ ക്യൂ ബാങ്ക് എന്നുള്ള ഒരു ചാനലും കൂടി ഉണ്ടല്ലോ. ആ ക്യൂ ബാങ്കിൽ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ കൂടി വരുന്നതാണ്. അത് കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ പ്രീവിയസ് ജെഇ ക്വസ്റ്റ്യൻസിന്റെ ഓരോ ക്വസ്റ്റ്യനും അതിന്റെ സൊല്യൂഷൻ, ഡീറ്റെയിൽ സൊല്യൂഷൻ, അത് ഏത് ചാപ്റ്ററിനാണ് എന്താ എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് അവിടെ കിട്ടും എന്നാണ് സാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനിയും കാണാം അല്ലേ സാർ? ഇനിയും നമ്മൾ ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മളെ ടീം ഫുള്ളും വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.